നമസ്കാരം. കലോത്സവം വളർന്ന് 56-ലെത്തിയിരിക്കുന്നു. ഓരോ വളർച്ചയിലും വർണ്ണം കൂടുന്ന സമയത്തും ആരോപണങ്ങളും ഇപ്പോൾ കൂടെ പിറപ്പാണ്. കഴിഞ്ഞ തവണ അത് അപ്പീലിൻ്റെ പേരിലായിരുന്നെങ്കിൽ ഇത്തവണ അത് വിധികർത്താക്കളുടെ പേരിലാണ്. ജില്ലാ കലോത്സവങ്ങളിൽ തുടങ്ങിയതാണ് ഈ ആരോപണങ്ങൾ. ഇത് വളർന്നിപ്പോൾ സംസ്ഥാന കലോത്സവത്തിൽ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നു. വിധി നിർണ്ണയിക്കുന്നത് പണമോ? ചർച്ചയിൽ പങ്കെടുക്കുന്നു GSTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ M. സലാവുദ്ദീൻ, ഒപ്പം പ്രശസ്ത നർത്തകിയും അധ്യാപികയുമായ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ, ഒപ്പം തന്നെ GSTUയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KC ഹരികൃഷ്ണൻ, നർത്തകിയായ അനഘ. അപ്പോൾ നമ്മൾക്ക് ആരംഭിക്കാം. ആദ്യം ഈ പ്രശ്നങ്ങൾ ഇന്നലെ ഈ വേദിയിലാണ് തുടങ്ങുന്നത്. ഇന്നത് മറ്റുള്ള വേദികളിലേക്ക് കൂട്ടുപിടിച്ചിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ വളരുകയാണ്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും മറു ചോദ്യം ഉയരുന്നു. ഇങ്ങനെ ഒരു കലോത്സവം ഏഷ്യയിലെ വലിയൊരു മാമാങ്കം തുടങ്ങുമ്പോൾ അതിനെ അലോസരപ്പെടുത്താനാണോ ഇത്തരം രീതികൾ എന്ന്? അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് പറയാൻ കഴിയണം എന്തുകൊണ്ട് വിധികർത്താക്കളെ ഇങ്ങനെ വിമർശിക്കുന്നു? അതിന് ഇടയിൽ പറഞ്ഞത് ആദ്യം ഞാൻ പറയാം. ഇങ്ങനെ ഒരു മത്സരം ഇനി വേണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇനി വേണ്ട എന്നേ ഞാൻ പറയുള്ളൂ. കാരണം 56-ാം വർഷം നമ്മൾ ആഘോഷിക്കുന്ന നമ്മുടെ സംസ്ഥാന യുവജനോത്സവം ഇത്രയും വർഷം, അതായത് എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ കുറച്ചും കൂടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന മത്സരങ്ങൾ ഇത്ര കണ്ട് അധപതിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. പക്ഷെ അത് ഓരോ വർഷം പോകുന്തോറും നമ്മൾ അത് നേരെയാവും, ശരിയാവും എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ രൂപം കൊടുത്ത് ഞങ്ങൾ അതിനകത്ത് കുറേ നർത്തകരുടെ മാത്രമായിട്ടുള്ള സംഘടനയാണ്. അങ്ങനെ അതിന് രൂപം കൊടുത്ത് ഞങ്ങൾ അതിനെ വേണ്ട വിധേന ഞങ്ങൾ കയറിയിറങ്ങാത്ത, അതായത് മത്സരമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഞങ്ങൾ മിനിസ്റ്ററെ കണ്ടു, MLA-മാരെ കണ്ടു, DP-യെ കണ്ടു, എല്ലാം കണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഇന്നതുപോലെ നടത്തുന്ന ഒരു രീതി, അത് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ ഈ സംഘാടകരെക്കാട്ടിലും ഞങ്ങൾ പുറത്ത് നിൽക്കുന്ന കുറേ ആർട്ടിസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അതായത് അതിനു മുമ്പ് ഒരു കാര്യം പറയാം. അപ്പം നമ്മുടെ പാലക്കാട് മ്യൂസിക് കോളേജ്, കേരള കലാമണ്ഡലം, തൃപ്പൂണിത്തറ RLV കോളേജ്, കാലടി ശങ്കര കോളേജ്, അതുപോലെ തന്നെ മ്യൂസിക് കോളേജ്, നമ്മുടെ SST കോളേജ് തൈക്കാടുള്ള ആ കോളേജ്, ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്ന ഞങ്ങളെപ്പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പം തന്നെ മ്യൂസിക്കിന് പണ്ട് കാലങ്ങളിൽ, എനിക്ക് പണ്ടെന്നേ ഞാൻ പറയുള്ളൂ, എന്ന് വെച്ചാൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നില്ല പാട്ടുകാരെ, ഭയങ്കരമായിട്ട് പുറകോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡാൻസുകാർ എല്ലാ പാലക്കാട് മ്യൂസിക് കോളേജിലൊന്നും ഡാൻസ് ഇല്ല, ചിലയിടത്ത് ഡാൻസ് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കൊന്നും ജോലി സാധ്യതകളില്ലാതെ ഞങ്ങളിങ്ങനെ, സത്യം പറഞ്ഞാൽ ഈ പൂരപ്പറമ്പിൽ നടക്കാമെന്ന് പറയും, ഞങ്ങൾ വടക്കോട്ട് പറയും പൂരെന്നാണ് പറയാം, ഇവിടങ്ങളിൽ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഈ ഉത്സവപ്പറമ്പുകളിലെല്ലാം നടക്കുന്ന എല്ലാ സങ്കടങ്ങളും, എല്ലാ പാരൻസിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ട്, അല്ലെങ്കിൽ ഏത് ടീച്ചർക്ക് നല്ല ക്വാളിഫിക്കേഷനുള്ള ടീച്ചർ ഏത്, ആർക്ക് കഴിവില്ല എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഞങ്ങൾ കുറേ ഡാൻസ് ടീച്ചേഴ്സുണ്ട് ഇവിടെ. ഞങ്ങളുടെ ഒരു പാനൽ ഇവർക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ? ഈ സംഘാടകർക്ക്, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ലെവലിൽ തന്നെ എടുക്കാൻ പാടില്ലാത്ത എന്താ? ഞങ്ങളൊരു ഇത് ഉറപ്പ് തരുന്നു, ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരുന്നില്ല. അങ്ങനെ ഒരു ഉറപ്പ് ഞങ്ങൾ തന്നാൽ പോലും ഇത് ചെയ്തുകൂടെ? അപ്പം എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന 2 സാറുമാരെക്കാട്ടിലും ഒരു മോഹിനിയാട്ട സ്റ്റേജിൽ 4 ജഡ്ജസിനെ കൊണ്ടുവരാൻ നല്ല ക്വാളിഫിക്കേഷനുള്ള, അതായത് സംസ്കൃതവും മലയാളവും നല്ല പോലെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു ജഡ്ജായിരിക്കണം മോഹിനിയാട്ടത്തിന് ജഡ്ജ്. അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞു വരുന്ന കാര്യത്തിലേക്ക് ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. എന്തായാലും GSTUയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ശ്രീ സലാവുദ്ദീൻ, സർക്കാരിന് ഇത് പതിവുള്ളതാണ് ഈ ആരോപണങ്ങൾ. കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പുള്ള തവണയും എല്ലാം ഈ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തവണത്തെ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ അത് വേറെ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. കാരണം ജഡ്ജസ് വിധി പറയുമ്പോൾ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു കുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം, ആ രീതി പലരും ഇവിടെ കണ്ടറിയുന്നു. പുറത്തു നിൽക്കുന്ന ആളുകൾ, ജഡ്ജസിനേക്കാൾ മികച്ച ആളുകൾ, കാണികളെ ആളുകൾ അത് കണ്ടറിയുന്നു. എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വൈമനസ്യം, ഇപ്പോഴും പ്രശ്നങ്ങൾ തന്നെ എന്തുകൊണ്ട്? ഇവിടെ ഡാൻസ് ടീച്ചർ സത്യഭാമ ടീച്ചർ സൂചിപ്പിച്ചാൽ തന്നെ എൻ്റെ ഉത്തരവുണ്ട്. ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംഘടന, ആ സംഘടനയിൽ നിന്ന് വിധികർത്താക്കളെ വിളിച്ചാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ടീച്ചറുടെ ഇവിടുത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി. ഇന്നലെ ഇവിടെ സംഭവിച്ചതും അതാണ്.
ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംഘടനയ്ക്ക് ഒരു പവലിയൻ DP നേരിട്ട് ഇവിടെ കെട്ടിക്കൊടുത്തത്. അത് കലയോടുള്ള ഒരു ആദരവിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചെയ്ത നല്ല ഒരു കാര്യമാണ്. മറ്റു ഒരു സംഘടനകൾക്കും അത്തരത്തിലുള്ള പവലിയൻ ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ ആ പവലിയനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതിന് ആസൂത്രിതമായ നീക്കം നടത്തിക്കൊണ്ട് ഒന്നാമത്തെ വേദിയിൽ ഇന്നലെ പ്രോഗ്രാം ആരംഭിച്ച ഉടൻ തന്നെ അവിടെ ഇരിക്കുന്ന വിധികർത്താക്കൾ കൊള്ളാത്തവരാണെന്നും അവർ യോഗ്യതയില്ലാത്തവരാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാക്കുകയും സമാന്തരമായി മാർക്കിടുകയും ചെയ്ത ഒരു സംവിധാനം ഈ സംസ്ഥാന സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചു, കലാമണ്ഡലത്തിൽ നിന്ന് പാസ്സായവർ, RLVയിൽ നിന്ന് പാസ്സായി ഇറങ്ങിയവർ, പാലക്കാട് തിരുവനന്തപുരം മ്യൂസിക് കോളേജിൽ നിന്ന് പാസ്സായി ഇറങ്ങിയവർ, ഇത്തരത്തിലുള്ള വിധികർത്താക്കളെയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. അത് വിളിച്ചത് തന്നെയും കഴിഞ്ഞ 3 വർഷക്കാലം തുടർച്ചയായി വിധികർത്താക്കളായിരുന്നവർ കുട്ടികളെയും അതുപോലെ മറ്റുള്ളവരുമൊക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അത്തരത്തിലുള്ള അധ്യാപകരെ ഒഴിവാക്കി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡാൻസ് ടീച്ചേഴ്സിനെയും വിധികർത്താക്കളെയും ഒഴിവാക്കി പുതിയ വിധികർത്താക്കളെയാണ് ഇപ്രാവശ്യം വിളിച്ചിട്ടുള്ളത്. തികച്ചും യോഗ്യരായ വിധികർത്താക്കളെ, അത് ഏതൊരുവിധ സമ്മർദ്ദവുമില്ലാതെ യോഗ്യരായ വിധികർത്താക്കളെ തന്നെയാണ് ഇവിടെ വിളിക്കുകയും വിധികർത്താക്കളായി നിശ്ചയിക്കുകയും ചെയ്തത്. ഒരു ചെറിയ ഉദാഹരണം, എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവം ഇപ്പോൾ നടന്നു. ആ എറണാകുളം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഇപ്പം സത്യഭാമ ടീച്ചർ അല്ലെങ്കിലും അതുപോലെയുള്ള നൃത്ത അധ്യാപകർ അവിടെ ഫലം പ്രവചിച്ചു. അപ്പോൾ ആദ്യത്തെ ഫലം വന്നപ്പോൾ അവിടെ പ്രശ്നമുണ്ടാക്കിയതും നൃത്ത അധ്യാപകർ, അല്ലെങ്കിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന അധ്യാപകർ. അവർ പ്രശ്നമുണ്ടാക്കുകയും ആ ഫലം തെറ്റാണെന്നും സ്വാധീനത്തിൻ്റെ ഫലമായി അതിന് 1-ാം സ്ഥാനം നൽകുകയാണെന്ന് പറഞ്ഞ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ 1-ാം സ്ഥാനം മോഹിനിയാട്ടത്തിനും കേരള നൃത്തത്തിനും കിട്ടിയത് ഒരു പാവപ്പെട്ട തുന്നൽ കടക്കാരൻ്റെ മകൾക്കാണ് അവിടെ കിട്ടിയത്, റുബീന എന്ന് പറയുന്ന കുട്ടിക്ക്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഒരു ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഈ മത്സരഫലം റദ്ദ് ചെയ്യുന്നത്. അവിടെ ഒരു ജനപ്രതിനിധിയൊക്കെ ഇടപെട്ടുകൊണ്ട് ആ മത്സരങ്ങൾ റദ്ദ് ചെയ്തതിന് ശേഷം നേരിട്ട് തിരുവനന്തപുരത്ത്, എനിക്കൊന്ന് സത്യഭാമ ടീച്ചർ ഉണ്ടോ സംശയം, ഇവിടുന്ന് ഗിരിജ ടീച്ചർ ഉൾപ്പെടെയുള്ള ടീം പോയാണ് അവിടെ രണ്ടാമത് വിധി നിശ്ചയിച്ചത്. രണ്ടാമത് വിധി നിശ്ചയിച്ചപ്പോൾ ആദ്യം കിട്ടിയ ആ കുട്ടികൾക്ക് തന്നെ 1-ാം സ്ഥാനം കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കിയ ആ ഡാൻസ് ടീച്ചർമാർ യോഗ്യത ഇല്ലാത്തവരായി മുദ്ര കുത്തപ്പെടണ്ടേ? അവർ അത്തരത്തിലുള്ള ഡാൻസ് മാസ്റ്റർമാർ അല്ലെങ്കിൽ ഡാൻസ് ടീച്ചർമാരാണ് എല്ലാ സ്ഥലത്തും ഉപജില്ലാ തലം മുതൽ. വ്യക്തമാണ്. ഞാൻ രണ്ടുപേരിലേക്കും വരാം. ഒരു മറുപടി വേണം. കാരണം ഒരു കാര്യം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു, പ്രൊഫഷണൽ ഈഗോ എന്നത് വളർന്നു വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി. മറ്റൊരു കാര്യം, താങ്കൾക്ക് അക്കമിട്ട് പറയാമോ എന്തുകൊണ്ട് ഇന്നലെ പ്രശ്നമുണ്ടായി എന്ന് അക്കമിട്ട് പറയാമോ? ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇന്നലെ ഈ വേദിയിലിരുന്ന 3 പേര് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന്, അതിൽ ഒരാൾക്കേ ക്വാളിഫിക്കേഷൻ ഉള്ളൂ. ഞങ്ങൾക്ക് വ്യക്തമായ ഇതുണ്ട്. അപ്പം ബാക്കി 2 പേർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് സാറ് അതിന് തെളിവ് സഹിതം തരികയാണെങ്കിൽ എൻ്റെ ഈ പ്രൊഫഷൻ ഞാൻ നിർത്താം. ഒറ്റ ഒരാളേ ഉള്ളൂ. അതായത് ഞാൻ പേര് പറയണ്ടല്ലോ, ജഡ്ജിൻ്റെ പേര് പറയണ്ടല്ലോ, അതായത് ക്വാളിഫിക്കേഷൻ ഉള്ള ജഡ്ജിൻ്റെ പേര്. ആ 3 പേരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരാൾ നമ്മുടെ വലിയൊരു ഫിലിം ആക്ടറുടെ ബന്ധു, വേറൊരാൾ എവിടെയൊക്കെയോ കുറച്ച് പഠിച്ചു. അടിസ്ഥാനപരമായിട്ട് കളരി അഭ്യാസത്തോടുകൂടെ, കളരി അഭ്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ചിട്ടകളുണ്ട്, മെയ്വഴക്കങ്ങളുണ്ട്, കണ്ണ് സാധകമുണ്ട്, പുരികത്തിൻ്റെ എക്സസൈസുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടിസ്ഥാനപരമായിട്ട് പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ 3 പേര് ക്വാളിഫൈഡ് അല്ല, അതിൽ ഒരാളെ ക്വാളിഫൈഡ് ഉള്ളൂ. തീർച്ചയായും താങ്കളുടെ വിലയിരുത്തലും താങ്കളുടെ വെല്ലുവിളിയെല്ലാം. ശ്രീ ഹരികൃഷ്ണൻ, KST എന്ന് പറയുമ്പോൾ ഈ തവണ ഈ വലിയ മാമാങ്കം നോക്കി നടത്തുന്ന വലിയ ചുമതലക്കാരാണ്. പക്ഷെ ഒരു കാര്യം KSTയെ മറക്കുന്നു, ഇതുപോലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ നൃത്ത അധ്യാപകരും അതുപോലെ രക്ഷിതാക്കളും മാത്രമേ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നുള്ളൂ. എന്തുകൊണ്ട് താങ്കൾക്ക് ഇടതുപക്ഷ സംഘടന എന്ന് പറയുമ്പോൾ, അധ്യാപക സംഘടന, കേരളത്തിലെ അധ്യാപകരെ മൊത്തം നിശ്ചലരാക്കിക്കൊണ്ട് ഏത് തരത്തിലുള്ള സമരവും നയിക്കാൻ കഴിവുള്ള KST എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഇതിലിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സത്യഭാമ ടീച്ചർ പറയുന്നല്ല യഥാർത്ഥ വിഷയം നമ്മുടെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കലോത്സവങ്ങൾ ക്വാളിറ്റിയുടെയും അതുപോലെ തന്നെ കഴിവിൻ്റെയും അടിസ്ഥാനത്തിലല്ല മിക്കപ്പോഴും വിധികർത്താക്കളായി വരുന്നവരും കിട്ടുന്ന മത്സരത്തിൽ വിജയിക്കുന്നവരും. എല്ലാം പണത്തിന് വേണ്ടിയാണ്, പണത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ചാനലിലൂടെ വെളിവാക്കിയ ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ 1-ാം സ്ഥാനം മത്സരം തുടങ്ങുന്നതിന് മുമ്പ് 1-ാം സ്ഥാനം പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞെന്താ അറിയോ, ഞങ്ങൾ 1-ാം സ്ഥാനം വിറ്റിരിക്കുന്നു,
ഇനി 2ാം സ്ഥാനമേ ബാക്കിയുള്ളൂ, അതിന് ഇത്ര കാശ് വേണമെന്നാണ്. ഞാൻ പറയും, ഇത്രമാത്രം ഈ മേഖലയിൽ ജഡ്ജ്മെൻ്റായി വരുന്ന ആളുകളുടെ വിശ്വാസം തകർക്കുകയാണ്. ഇതിവിടെ മാത്രമല്ല, സബ് ജില്ലാ തലത്തിൽ, ജില്ലാതലത്തിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംസ്ഥാന തലത്തിലും വ്യാപകമാവുകയാണ്. ഇതിപ്പോൾ ക്വാളിഫിക്കേഷൻ്റെ പേരിലും ക്വാളിറ്റിയുടെ പേരിലൊക്കെ മാറ്റി നിർത്തുകയാണ്. ഞങ്ങളാണ് ഏറ്റവും ഉയർന്ന ആളുകൾ, നിങ്ങൾ മോശക്കാർ എന്നൊക്കെ പറയുന്നു. ഇത് സർക്കാർ, അതായത് ഇതിൻ്റെ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് DPAയുടെ നേതൃത്വത്തിലാണ് ഇതിനാവശ്യമായ ജഡ്ജ്മെൻറ്റ് നിയമിക്കുന്നത്. DPA ആണ് ഇതിൻ്റെ ചുമതല, DPA ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷനെല്ലാം തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചു വരുന്നതിന് മുമ്പേ ഇതിനൊരു റാക്കറ്റ് പ്രവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ എൻ്റെ മോൾ ഇപ്പോൾ അടുത്തിരിക്കുകയാണ്, ഇവിടെ 1ാം സ്ഥാനം കിട്ടിയെന്ന് പറയും. എത്ര കുട്ടികൾക്ക് അംഗീകാരത്തിൻ്റെ ഭാഗമായി കിട്ടിയെന്ന് ഈ ടീച്ചർക്ക് പറയാൻ വേണ്ടി സാധിക്കും? ഞാൻ ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു, എല്ലാ കുട്ടികൾക്കും കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല കിട്ടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അവിടെ പറഞ്ഞെന്താ, സബ് ജില്ലാ തലത്തിൽ ഒരു പ്രത്യേക റാക്കറ്റ് വർക്ക് ചെയ്യും, നേരത്തെ തന്നെ ഇതിൻ്റെ കാശ് വാങ്ങിക്കും. ജില്ലാ തലത്തിൽ ഇതിനൊരു പ്രത്യേക റാക്കറ്റ് വർക്ക് ചെയ്യും, അതിന് നേരത്തെ തന്നെ കാശ് വാങ്ങിക്കും. കാശ് വാങ്ങിച്ച് വിൽക്കുകയാണ്. ഇന്നലെ ഒരു ചാനൽ പുറത്തുവിട്ട കാര്യം ഇവിടുത്തെ പൊതുസമൂഹം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കാശ് പറയാണ്, ഇത്ര കാശ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഏജൻസി വർക്ക് ചെയ്യാണ്. എവിടെ കൊണ്ടെത്തിക്കും ഈ സാധനം? നമ്മുടെ പാവപ്പെട്ട മക്കളുടെ കുട്ടികൾ അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നിശ്ചയിക്കപ്പെട്ട ഏഷ്യയിലെ ഏറ്റവും വലിയ മഹാമേള വലിയ ഗൗരവത്തോട് കാണുകയാണ്. കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചുമതലപ്പെട്ട DPAയുടെ ഭാഗത്തുനിന്ന് ആളുകൾ കൃത്യമായി കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ നടക്കുകയാണ്. എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണോ ക്വാളിഫിക്കേഷൻ, അടിസ്ഥാനപരമായ യോഗ്യത എന്താണ്, അങ്ങനെ വളരെ രഹസ്യമായി ഒരു പാനൽ നിർമ്മിച്ച് ഒരു ചർച്ചയ്ക്ക് മടിയില്ലാത്ത വിധം ഇത് നിയമിക്കാൻ കഴിയാത്തത്? ഞാനിത് കേട്ടു തുടങ്ങിയിട്ടിപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഒരു 5 or 6 വർഷമായി ഈ കാര്യങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടിക്കൂടി വരികയല്ലാതെ കുറയുന്നില്ല. അപ്പോൾ കുറയുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഇതൊരു വലിയ തോതിൽ ഒരു വലിയ സാമ്പത്തികമായിട്ട് പണം ഉണ്ടാക്കാനുള്ളൊരു മേഖലയാക്കി മാറുകയാണ്. നമ്മുടെ ജനങ്ങളെല്ലാം ഒരു പരിധിവരെ നോക്കി, അതാണ് 1ാം സ്ഥാനം, ഏറ്റവും മികച്ചത് അതാണ് എന്ന് പറയുമ്പോഴാണ് വിധി വരുമ്പോൾ മറ്റൊന്നാകുന്നത്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്കിതിൻ്റെ പുരികത്തിൻ്റെത് അറിയില്ല, മറ്റേതറിയില്ല, ഇതൊക്കെ ഇതിൻ്റെ സംഗതി പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ മാറ്റുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചത് അതിൻ്റെ പിന്നിൽ അതൊരു വാസ്തവം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പിന്നിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് കണ്ടെത്തുവാൻ നമുക്ക് കഴിയാത്തത് അതിനും ചുക്കാൻ പിടിക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നതൊക്കെ ഈ പഠിപ്പിക്കുന്ന മാസ്റ്റർമാരാണ്. നമുക്കത് സമൂഹത്തിനൊക്കെ അറിയാം. ഒരു മാസ്റ്റർ പഠിപ്പിക്കുന്ന 5 കുട്ടികളോ 6 കുട്ടികളോ ഉപജില്ലാതലത്തിൽ മത്സരിക്കും. നമുക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ഈ 5 or 6 പേര് മത്സരിക്കുമ്പോൾ അവർക്ക് മുഴുവൻ പ്രൈസ് കിട്ടില്ല. ഇവിടെ ഈ പട്ടാളത്തിൽ സൈന്യത്തെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ആ ലിസ്റ്റിൽ പേര് വരുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പലരും മുൻപേ പോയി കാശ് വാങ്ങാറുണ്ട്. അപ്പോൾ ലിസ്റ്റിൽ വരികയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ട് വന്നു എന്ന് വരുത്തുകയും കാശ് വാങ്ങുകയും ചെയ്യാം. വന്നില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞ് കിട്ടിയില്ല പോട്ടെ എന്ന് പറയും. അതുപോലെയാണ് ഇവിടെയും ഇപ്പോൾ റിക്രൂട്ടിംഗ് ഏജൻസികൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നതും മറ്റ് പൊതുസമൂഹമൊന്നുമല്ല. അതിലൊക്കെ തന്നെ ഈ റാക്കറ്റ് എന്ന് പറഞ്ഞിവിടെ സൂചിപ്പിച്ചതും ഇതുപോലെയുള്ള നൃത്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അത് അവർ വിചാരിച്ചാൽ മാത്രമേ അതിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. ഇവിടെ ഈ സംസ്ഥാന കലോത്സവം നടത്തുമ്പം DPAയും മറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരളത്തിനകത്തു നിന്നല്ല എവിടെ നിന്നാ ഇതിൻ്റെ വിധികർത്താക്കളെ കൊണ്ടുവരുന്നത്? വിധികർത്താക്കളുടെ യോഗ്യതയെക്കുറിച്ചുണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചു. ഇന്നലെ നമുക്ക് ചോദിക്കാം, അതായത് ഈ തവണ ഏതൊക്കെ മത്സരത്തിൽ പങ്കെടുത്തു? കേരള നടനത്തിൽ മാത്രം പങ്കെടുത്തതിന്റെ കാരണം എന്താ? ഞാൻ സ്കൂളിൽ നിന്ന് എനിക്ക് മോഹിനിയാട്ടവും കുച്ചിപ്പുടി എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ കുട്ടികൾക്ക് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേരള നടനത്തിന് മാത്രം ഇറങ്ങി. ഈ തരത്തിൽ ചോദിക്കുന്ന സമയത്ത് ഉള്ളിലുള്ള ആളുകൾ തമ്മിൽ തന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ നടക്കുന്നതെന്ന് GSTയുടെ ഭാഗത്തു നിന്നും, ഒപ്പം ഈ പ്രശ്നങ്ങൾ സത്യമാണെന്ന് ഇടതുപക്ഷ അധ്യാപക സംഘടന പറയുമ്പോഴും അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്തും ഒരു ജഡ്ജസിനെ നല്ലതാണെങ്കിൽ ഒരു നല്ല ജഡ്ജസിനെ കാണുമ്പോൾ, ഒരു കഴിവുള്ള ജഡ്ജസിനെ കാണുമ്പോൾ താങ്കൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നതും അതല്ലാത്തൊരു രീതിയിൽ കലോത്സവത്തിൽ പങ്കെടുക്കുന്നതുമായി തോന്നുമ്പോൾ ഒരു നർത്തകിയെ സംബന്ധിച്ച് പൊതുവെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രം എന്താണ്? നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ജഡ്ജസിനെയും ഓഡിയൻസിനെ എല്ലാവരെയും നോക്കുക. അപ്പോൾ നമ്മൾ എങ്ങനെ കളിക്കുന്നു എന്ന് നമുക്ക് ഫീൽ ആവുന്നത് അവരുടെ മുഖത്തു നിന്ന് വന്ന ഓരോ എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ജില്ലയിൽ കളിച്ചപ്പോൾ പല ജഡ്ജസും ഉറങ്ങിയൊക്കെയാണ് ഇരുന്നത്.
അപ്പോൾ നമുക്ക് ജഡ്ജസിൽ നിന്നുള്ളൊരു നല്ലൊരു അവരുടെ മുഖം നമ്മളെ കളിക്കുന്നത് നല്ലതാണെങ്കിലും നല്ലവണ്ണം കളിച്ചില്ലെങ്കിൽ കൂടിയും അവരുടെ ഒരു നമ്മളടുത്തോടുള്ള അതെ അവർ നമ്മുടെ ആത്മവിശ്വാസം അവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ മുഖത്ത് നിന്ന് വരുന്ന ഓരോ എക്സ്പ്രഷൻസ് കാണുമ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത രീതിയിലാണ് പല ജഡ്ജസും പല കോമ്പറ്റീഷൻസിലും ഇരിക്കാറ്. ഈ അധ്യാപകർക്കിടയിലും, അതായത് ഞാൻ ഉദ്ദേശിച്ചത് പരിശീലിപ്പിക്കുന്നവരുടെ, അവർക്കുള്ളിൽ തന്നെ ഈ വിഷയങ്ങളിൽ തൻ്റെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നർത്തകി എന്ന രീതിയിൽ താങ്കൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ മാഷുമാരുടെ ഇടയിൽ തന്നെ കോമ്പറ്റീഷനാണ്. അവർക്ക് അവരുടെ പേര് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ കുട്ടികൾക്ക് കൂടുതൽ പ്രൈസ് മേടിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ പേരും കൂടിയാണ് ഉയർത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മാഷുമാർക്കും ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ. ടീച്ചറുടെ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടണമെന്ന് ടീച്ചർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇവിടെ പ്രധാനമായിട്ട് ഉയർന്നു വരുന്നത്, കഴിഞ്ഞ ദിവസം തുള്ളൽ വിദഗ്ധനായ ഗീതാനന്ദൻ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശിഷ്യൻ്റെ ശിഷ്യനാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ജഡ്ജ് ചെയ്യാൻ പോകാറില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തത്തിൽ ഞാനുമായിട്ട് എന്ത് ബന്ധമുണ്ടാകും. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് വേണം എന്ന ആഗ്രഹം കൊണ്ട് വരുമ്പോൾ താങ്കൾ അവിടെ കാണുന്നത് മറ്റൊരു ജഡ്ജിനെയാണ്. ആ സമയത്തുണ്ടാകുന്നൊരു പ്രശ്നം അത് ശരിക്ക് ഈ ചിത്രത്തിൽ വരുന്നില്ലേ? അല്ല, ശിഷ്യൻ്റെ ശിഷ്യൻ എന്ന് പറയുമ്പോൾ ഗീതാനന്ദൻ എന്തിനാ 150 വയസ്സായ? അത് തന്നെ തെറ്റാ. ഇതൊക്കെ ഈ പുറത്ത് പറഞ്ഞ റൂമർ ഒന്നുമല്ല ഇതൊന്നും. ഗീതാനന്ദൻ എൻ്റെ കൂടെ പഠിച്ചവനാ, സെയിം വർഷം, മനസ്സിലായില്ലേ? പിന്നെ അതവിടെ നിൽക്കട്ടെ. ഈ സാറ് പറഞ്ഞതിൻ്റെ മറുപടി ഞാൻ പറയാം. അതായത് DP ആണ് തീരുമാനിക്കുന്ന ജഡ്ജസ് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ചെന്നിട്ട് ഈ 5 വർഷമൊന്നും ഒരു ജഡ്ജിന് ഇരിക്കാനുള്ള യോഗ്യത ഇല്ല. മാനുവലിലുണ്ടത്. മാക്സിമം 3 വർഷമാണ്. ഇതിനകത്ത് ഇന്നലെ ഇരുന്ന ഒരു ജഡ്ജ് 5ാമത്തെ വർഷമാണ്. ഇതൊക്കെ ഇവർക്ക് വല്ലവർക്കും അറിയാവോ? ഞങ്ങൾക്കറിയാം. അതിനകത്ത് ഒരു ജഡ്ജ് എന്നാൽ ഞാൻ 3 പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ 5ാമത്തെ വർഷമാണ്. DP അതൊന്നും അന്വേഷിക്കുന്നില്ല. ഞങ്ങളൊരു പാനൽ കൊടുത്തിരുന്നു. ഇത്രയും പേരെ ഈ ചങ്ങലകളെയും ഞങ്ങൾക്കറിയാം. ഈ കാശ് മേടിക്കുന്ന, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കാശ് മേടിക്കുന്നത് 100% ഞാൻ പറയുന്നു കാശ് മേടിക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നിട്ട് ഇത് വലിയൊരു മേളയാകുന്നല്ലോ എന്ന് പറയുന്നതിന് ഒരു യോഗ്യത എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ജോസഫ് മുണ്ടശ്ശേരി സാറ് ഇത് തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു. അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ നടത്താനുള്ള സംവിധാനം ഉണ്ടാവണം. അല്ലാതെ ശരിയാവില്ല. ഇത് നിർത്തേണ്ടതാണെന്നുള്ള അഭിപ്രായമൊന്നും ടീച്ചറെ പോലെ നമുക്കില്ല. ഏഷ്യയിൽ ഏറ്റവും മികവാർന്ന മേളയാണിത്. നമ്മുടെ മേഖലയിലെ കുട്ടികളുടെ സർഗപരമായ വാസനകൾ ഉണർത്താൻ, കഴിവുള്ളവരെ കണ്ടെത്താൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേള തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഭംഗ്യന്തരേണ ഇപ്പം വന്നുപെട്ടിരിക്കുന്നത് രക്ഷിതാക്കളുടെ ഒരു കഴിവ് പ്രകടിപ്പിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ മോള് പറഞ്ഞതുപോലെ തൻ്റെ ശിഷ്യന്മാരുടെ 1ാം സ്ഥാനം കിട്ടാൻ വേണ്ടിയുള്ള ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു മേളയായി മാറുന്നു. ഇപ്പോൾ സംസ്കൃത, അതായത് കഥാരചന, അതുപോലെ സംസ്കൃതം പാട്ട്, ഇതിലൊന്നും അത്ര വലിയ തോതിലുള്ള പ്രശ്നമില്ല. പക്ഷെ ഇതുപോലുള്ള മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, നാടകം ഉൾപ്പെടെയുള്ള ഈ മേളകളെല്ലാം തന്നെ തൻ്റെ പ്രഭാവം കാണിക്കാൻ, അതുപോലെ അധ്യാപകൻ്റെ പ്രഭാവം കാണിക്കാൻ, രക്ഷിതാക്കളുടെ പ്രഭാവം കാണിക്കാനുള്ള മേളയായി മാറുന്നു. യഥാർത്ഥത്തിൽ ഇതിന് കൃത്യമായ ഒരു നയരേഖയുണ്ട്. ആ നയരേഖ വെച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഉണ്ടാവേണ്ട ജഡ്ജികളുടെ പാനൽ തയ്യാറാക്കണം. ആ പാനൽ തയ്യാറാക്കി ആ പാനലിൽ കേവലമായി 3 പേര് മാത്രം പോരാ. 3 പേരാകുമ്പോഴാണ് ഈ വിഷയം കിട്ടുന്നത്. നേരത്തെ തന്നെ ആരാണ് വരുന്നതെന്ന് മുൻകൂട്ടി പറയാൻ കഴിയും. ഒരു 5ഓ 6ഓ ആളുകളെ പാനൽ നിശ്ചയിക്കണം. അന്നത്തെ ദിവസം ലോട്ട് ഇട്ടിട്ട് ആളെ നിശ്ചയിക്കണം. അങ്ങനെ വരുമ്പോൾ ആർക്കാണെന്ന് മനസ്സിലാവില്ല. ഈ 3 ആൾ ആരാണ് എന്ന് ഒരു പരിധി വരെ കുറക്കാൻ കഴിയും. ഇപ്പം നമ്മുടെ സംഗീത അധ്യാപകർ പറയുന്ന അവരാണ് ക്വാളിഫിക്കേഷൻ ഉള്ളതെങ്കിൽ അവരെ എടുക്കണം. മറ്റാരുടെയും താല്പര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മേളയുടെ അന്തസ്സ് തന്നെ ചോരുന്ന അവസ്ഥയിലേക്ക് വരും. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോൾ TV-യുടെ മുമ്പിൽ നമ്മുടെ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ സംഗീത പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എത്രമാത്രം അതിൻ്റെ ചുരുക്കം, അതായത് ആളുകൾ പറയുന്നു അതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ് എന്ന തരത്തിലേക്ക് ഈ പറയുന്ന ഏറ്റവും മഹത്തായ മേളയെ ചുരുക്കിക്കൊണ്ടുവരികയാണ്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഇപ്പോൾ ടീച്ചറെ ഒരു സംഗീത അധ്യാപികയെ വിളിക്കുമ്പോൾ ടീച്ചർ എന്താ പറയുക, എൻ്റെ സുഹൃത്തുക്കൾ 2 ആളെയും കൂടി ഉണ്ട്. ആ സുഹൃത്തുക്കൾ എന്ത് ചെയ്യും, എൻ്റെ 2 സുഹൃത്തുക്കൾ കൂടി ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ റാക്കറ്റുകൾ ഇങ്ങനെ വ്യാപരിക്കുകയാണ്. അവസാനം ഒറ്റ കണ്ണീരെടുത്ത് പറഞ്ഞാൽ മതി, ഇതാ ഞങ്ങളുടെ മോഹിനിയാട്ടം തുടങ്ങുകയാണ്.
ആ കണ്ണിയാണ് നേരത്തെ പറഞ്ഞ പോലെ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒന്നാം സ്ഥാനം വിൽക്കുന്നത്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ഒന്നാം സ്ഥാനം വിറ്റത്. എന്നിട്ട് പറയാ ഇനി 2ാം സ്ഥാനമേ ബാക്കിയുള്ളൂ എന്ന്. മത്സരം നടന്നില്ല, എറണാകുളത്ത് മത്സരം നടന്നില്ല, 2ാം സ്ഥാനം ബാക്കിയുണ്ടെന്നാണ്. ഇപ്പൊ സംസ്ഥാന തലത്തിലും നടന്നു, കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറയുന്നത് ജഡ്ജസിനെ നിയമിക്കുന്നത് പാനൽ വെച്ച അടിസ്ഥാനത്തിൽ രഹസ്യമായി ഇതുപോലെ കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിയുമില്ല എങ്കിൽ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ ഈ മേഖലയിൽ വരും. ആ മേഖലയിൽ വരുന്ന വിഷയങ്ങൾ ഇപ്പം ഇത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെയാ. ഇന്നിപ്പോൾ ഞാൻ പറയാ ഇവിടെ ആധുനിക സങ്കേതങ്ങൾ പ്രവർത്തിക്കുകയാണ്. ആരെ വിളിക്കുന്നു, എന്ത് വിളിക്കുന്നു എന്ന് ആധുനിക സങ്കേതം വെച്ച് കണ്ടുപിടിക്കാലോ ഇതിനു മുമ്പേ തന്നെ. അപ്പൊ ആ കണ്ടുപിടിച്ച് അത് വിജിലൻസ്, ഇപ്പൊ ഞാൻ പറയാ വിജിലൻസ് കൊടുത്തു എന്ന് പറഞ്ഞു. ബാക്കി എന്തെല്ലാം വിജിലൻസ് കണ്ടുപിടിക്കുന്നത്? ഇത് ഈ പറയുന്ന കോടികളുടെ ഇപ്പൊ ഇന്നലെ പറഞ്ഞത് 1.5 കോടി ഉറുപ്പിയുടെ കച്ചവടം അതിന് നടന്നതാ. വിജിലൻസ് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അത്രേ. എങ്ങനെയാ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അല്ലല്ല, ഞങ്ങളിപ്പോ ഇന്നലെ ഈ ഒന്നാമത്തെ ഈ കേരളത്തിൽ മികവുറ്റ ജഡ്ജസ്മാർ ഇല്ലാതായോ? മറ്റൊരു കാര്യം, മോഹിനിയാട്ടം പോലുള്ള മോഹിനിയാട്ടം പോലുള്ള മത്സരങ്ങൾ വരുമ്പോൾ മാത്രമാണോ മാർക്കിടുന്നത്? അതില്ലേ അതിന്റെ ഭാവം വരുന്നുണ്ടോ മാർക്കിൽ? ഭാവം വരണമെങ്കിൽ വികാരവും വിചാരവും തമ്മിൽ ആ കുട്ടിക്ക് അറിഞ്ഞിരിക്കണം, പഠിപ്പിക്കണം, അധ്യാപികയ്ക്ക് അറിഞ്ഞിരിക്കണം. വികാരം എന്ത്, വിചാരം എന്തെന്ന് അറിഞ്ഞിരിക്കണം. എന്നെ തപം ചെയ്തനെ യശോദ, എന്നെ തപം ചെയ്തനെ യശോദ എന്ന് പാടാൻ കഴിവുള്ള ഒരു ടീച്ചറിന് നല്ല ഭാവമായിട്ട് കുട്ടിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ വെങ്കിടാചല നിലയം വൈകുണ്ഠപുരവാസം, മനസ്സിലായില്ലേ? ഒരു കുട്ടിക്ക് പാടി നട്ടുവാങ്കം ചെയ്ത് കളിപ്പിക്കാനായിട്ട് കഴിവുള്ള ഒരു അധ്യാപികയായിരിക്കണം ഇവിടെ ജഡ്ജായിട്ട് വരാൻ. മനസ്സിലായില്ലേ? അല്ലാതെ 2 ഐറ്റം പഠിച്ചോണ്ട് വരണമല്ല. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നെല്ലാം ഈ വിഷയമാണ് റിപ്പോർട്ടായത്. എന്നിട്ടും അതേപോലെ പല ജില്ലകളിലും ജഡ്ജസായി നിന്ന ആളുകൾ ഇവിടെ എത്തിയെന്ന് ഇവർ അക്കമിട്ട് പറയുന്നു. എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല? ടീച്ചർ സൂചിപ്പിച്ചത് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഇങ്ങനെ നൃത്താധ്യാപകർ അല്ലെങ്കിൽ ഇവിടെ വന്ന വിധികർത്താക്കളൊക്കെ എല്ലാ മേഖലയുമായും യോഗ്യത ഇല്ലാത്തവരെന്നാണ് ടീച്ചറുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അഭിപ്രായം. ഇപ്പം അത് പൂർണ്ണമായും ഞാൻ അംഗീകരിക്കുന്നില്ല. ചിലപ്പോൾ യോഗ്യതയുടെ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കാം, അത് പരിശോധിക്കേണ്ടതാണ്. പിന്നെ ഈ സ്കൂൾ കലോത്സവം നമ്മുടെ മുണ്ടശ്ശേരി മാഷ് തുടങ്ങിയെങ്കിലും അത് നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. കുട്ടികളുടെ സർഗ്ഗവാസനകൾ പരിശോധിക്കണം. അത് ഞങ്ങൾക്ക് അനുകൂലമായ വിധികർത്താക്കളെ വിളിക്കാത്തിടത്തോളം കാലം ഇത് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഒരു നൃത്താധ്യാപിക ആയിരിക്കുന്നതും ടീച്ചറും അഭിപ്രായം പറയാൻ പാടില്ല. ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടണം. ഇതിൽ പിന്നെ വരുന്ന 1-2 ഇതിൽ എത്ര നല്ല രീതിയിൽ നടത്തണമെന്ന് പറഞ്ഞാലും അത് നല്ലതാകണമെങ്കിൽ അതിന് കുറച്ച് നേതൃത്വം കൊടുക്കേണ്ടത് ടീച്ചറെ, അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അതായത് ഈ സ്റ്റേജുകളിലെല്ലാം പ്രോഗ്രാം നടക്കുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന സബ്ജക്റ്റ് കേൾക്കാനാ ജനങ്ങൾ നിൽക്കുന്നത്. ആണേ സത്യമാണ്. അതിൽ അവസാനിപ്പിക്കാൻ നമുക്ക് എന്തായാലും ചർച്ച ചെയ്ത വിഷയത്തിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ചർച്ച ചെയ്തത് ഈ വിധി നിർണയം പണക്കൊഴുപ്പിന്റെ ഭാഗമാണോ? ഇതിൽ അതെ എന്ന് അഭിപ്രായപ്പെട്ടവർ 66%, അല്ല എന്ന് അഭിപ്രായപ്പെട്ടവർ 33%. എന്തായാലും ഇതിന്റെ പിന്നിൽ പണക്കൊഴുപ്പ് തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ വിധി നിർണയത്തിന്റെ ഭാഗമായിട്ട് പണത്തിന്റെ അംശം കയറി വരുന്ന പണമാണ് ഇതിന്റെ പിന്നിലെന്ന് അധ്യാപക സംഘടനകൾ പറയുമ്പോൾ അധ്യാപകരും അതുപോലെ തന്നെ ഈ പരിശീലിപ്പിക്കുന്നവരും പറയുന്നത് ഇതിനുള്ളിൽ വലിയ തരത്തിലുള്ള കളിയുണ്ട് എന്നാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തവർക്ക് എന്തായാലും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ബിഗ് സ്റ്റോറി മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.